ഹായ് എവരി വൺ. അപ്പോൾ ദേ നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച 21-ാം തീയതി വെള്ളിയാഴ്ച. ഫ്രൈഡേ അല്ല, ഫ്രൈഡേ. ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ട് 4 ദിവസമായി. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4 ദിവസമായി. അപ്പോൾ നമ്മൾ എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ പോവാം. ഇതെല്ലാം കുറച്ച് നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളത് കൊണ്ട് ഷിയ കുറച്ച് കൊണ്ടുപോയി കാറിൽ വെക്കുന്നതായിരിക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം എല്ലാം സെറ്റ് ചെയ്യുവാണ്. ബേബി ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. അത് ഈ ഉടുപ്പിട്ടാലാന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത് വേണോ പിങ്ക് വേണോ? അപ്പോൾ ഷിയ ഇവിടെ തേക്കുകയാണ്. കണ്ടോ ഷർട്ടൊക്കെ. ബേബി ഉറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പാക്കൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഇത്ര ഐറ്റം ഉണ്ട്, ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് അടുത്ത ട്രിപ്പ് അടിയിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഷിയ കണ്ടോ, കണ്ടോ എത്ര ദൂരെയാണെന്നറിയാവാ. നമ്മുടെ കാറ് അത് ഇവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റും. ബേബി ഇവിടെ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുങ്ങിയിട്ടുണ്ട്. ജച്ച കൊച്ചിനെ ഉടുപ്പിടിക്കുകയാണ്. നമ്മൾ കാണിച്ച പറ്റിയ ഉടുപ്പാണല്ലോ, ആ ഉടുപ്പൊക്കെ ഇടിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലുതായിട്ടൊന്നും പറയാനായിട്ട് പറ്റിയിട്ടില്ല നമുക്ക്. അപ്പോൾ ഈ ബാബു കൊണ്ട് തന്ന ബെഡാണ് നമുക്ക് കൊച്ചിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ. നോക്കിക്കേ, ആറ്റിറ്റ്യൂഡ് ബോയ് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. നമ്മൾ പോകാൻ റെഡിയായി കിടക്കണം. അപ്പോൾ പുതിയ ബെഡിനകത്തൊക്കെ കിടത്തി സെറ്റാക്കിയിരിക്കുകയാണ്. കണ്ടോ, നോട്ടം കണ്ടോ? അതെ, ഇപ്പം എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ്. നമ്മുടെ ബേബി ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കുവാണ്. അതെ, അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ടാറ്റ പറയുകയാണ് ഗൈസ്. അതെ പോവാം. നമ്മുടെ ഈ ബാബ് തന്ന ബെഡ്, നമ്മുടെ ഈ ബാബിൻ്റെ വക ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഗിഫ്റ്റാണിത്. ബാബ് താങ്ക് യു. കറക്റ്റ് സമയത്ത് താങ്കൾ സാധനം എത്തിച്ചു. അതെ അതിന് നമ്മുടെ ഫോളോവേഴ്സാട്ടോ ഇവരൊക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ പോവാണ്.
എന്നിട്ട് വന്നില്ല, മറന്നുപോയി. ആരൊക്കെ എവിടെ കൊണ്ടുപോയി. ഇവിടെ അപ്പോൾ നമ്മുടെ ഒരു എൻ്റെ കൂടെ തന്നെ ഡെലിവറി കഴിഞ്ഞ ഒരു ആളുണ്ട്. ബ്ലോഗ് അപ്പോൾ ദേ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുവാണ്. ഷിയ വണ്ടി ഓടിക്കുന്നത്. സേഫായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ട, സേഫായിട്ട് എന്തായാലും ബേബി കംഫർട്ടാണ്. അടിപൊളിയായിട്ട് കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. കാര്യം ഇതിന് യാത്രയൊന്നും ഒരു പുത്തരിയല്ലോ. പ്രസവത്തിൻ്റെ തലേ ദിവസം വരെ ട്രിപ്പ് മോഡായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലത്. കണ്ടോ, ഞങ്ങൾ പൊക്കോണ്ടിരിക്കട്ടെ. ടാറ്റാ. അപ്പം പരിമല ഹോസ്പിറ്റലിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ് ഹാപ്പി ആയിട്ട്. എന്ത് മോനെ വല്ലതും പറയണ്ട. പരിമല ഹോസ്പിറ്റൽ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, വേറെ ലെവലാണ്. കാര്യം നമ്മൾ സ്വന്തം വീട്ടിലെങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന സ്പോട്ടിയോടെ നഴ്സന്മാരാ. നമ്മൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ നഴ്സന്മാര് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഭയങ്കര കെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കെയറിംഗ് ആണ്. സമ്മതിച്ചു കൊടുക്കണം. വെരി 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 താങ്ക്സ്. എടുത്തു പറയേണ്ടത് നമ്മുടെ ലളിതാംബിക മാഡത്തിനോട്. കാര്യം അതാണ്, ലളിതാംബിക ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടർ നമ്മൾ വിചാരിച്ചത് നമ്മളെ സ്വന്തം അമ്മമാര് നോക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ടാണ് അവര് നോക്കുന്നത്. അതല്ല, ലളിതാംബിക ഡോക്ടർ ഇത്രയും മെയിൻ ആയതെന്ന് നമ്മള് ലളിതാംബിക ഡോക്ടറിന്റെ കീഴിലൊന്ന് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവരുടെ പവർ എന്താണെന്ന്. കാര്യം ഒന്നും വേണ്ട, ഒരൊറ്റ കാര്യം മതി. ഇന്ന് ഞാൻ പ്രസവിച്ചിട്ട് 4 ദിവസമായിട്ടുള്ളൂ. അന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഇങ്ങനെ കിടത്തത്തില്ല. കാര്യം അതിനേക്കാൾ കൂടുതൽ ഡേയ്സ് അവർ പിടിച്ചു നിർത്താനേ നോക്കത്തുള്ളൂ. ഈ പരിമല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. എല്ലാരും വിചാരിക്കും നമ്മളാണെങ്കിൽ പരിമല ഒരു പ്രമോഷനും ഇല്ല. പ്രമോഷന്റെ ഒരു കാര്യം അവർക്ക് വേണ്ടതാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നിന്ന് അറിയാൻ പറ്റും എന്തോരം ആൾക്കാരൊക്കെ എന്തോരമാണ് അവിടെ വരുന്നത്. സാധാരണക്കാർക്ക് വരെ വരാൻ കേട്ടോ. അപ്പൊ ബേബി ഡേ നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുവാണ്. പാലൊക്കെ കുടിച്ച് ഒക്കെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഇനി കുറച്ചു നേരത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അതുമല്ല പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ബോയ് ആയതുകൊണ്ട്. അതെ, ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പയ്യാണ് പോകുന്നത്. എന്തായാലും ഇതുവരെ കംഫർട്ടായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് വഴിയെ കാണാം. നമ്മൾ ഇനി കുറച്ചിങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം അല്ലേ. അതെ അതെ, കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് കാണിക്കാം, കുഴപ്പമില്ല. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ കയറിയിരിക്കുവാണ് പെട്രോൾ പമ്പിൽ. അപ്പോൾ നമ്മൾ വണ്ടി വിടുവാണ് പെട്രോൾ പമ്പിൽ നിന്ന്. 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. നൈസായിട്ട് ബേബി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. കിടന്നുറങ്ങണം. ഇതിപ്പോ എന്താ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി വണ്ടിക്കകത്തുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ലോയിലാണ് പോണത്. അത് കാരണം എല്ലാവരും ഭയങ്കര നോട്ടം വണ്ടിയിൽ. എന്താണ് ഇവനിങ്ങനെ ഇങ്ങനെ ഓടിക്കാൻ അറിയത്തില്ല ഇനി ഇവനിക്ക്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവര് പലതും പറയും, നമ്മളെ സേഫ്റ്റി നോക്കിയാൽ മതിയല്ലോ. അതെ. ഇപ്പൊ എന്തായാലും നമ്മൾ ചങ്ങനാശ്ശേരി കയറിയിട്ടുണ്ട്, പോവാണ്. അപ്പൊ നമ്മൾ ക്യൂട്ടി പൈയിൽ വന്നിട്ടൊരു കേക്ക് വാങ്ങിച്ചിരിക്കുകയാണ് നമ്മുടെ ബേബീനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട്. അതെ തന്നെ, നമ്മുടെ ലിറ്റിൽ പ്രിൻസിന് വേണ്ടിട്ട് നമ്മള് കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരിപ്പുണ്ടോ. നമ്മളപ്പം നേരെ പോവുകയാണ്. വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് പോകുന്നു ക്യൂട്ടി പൈന്ന്. അപ്പൊ നമ്മള് ബേബീനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് ഒരു കേക്ക് വാങ്ങിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അവൻ വലുതാകുമ്പോ ചോദിക്കത്തില്ലേ. കണ്ട, നമ്മളിപ്പോ നമ്മളെ വീട്ടിൽ അതുപോലെ ഇപ്പൊ നമുക്ക് പറയാലോ. കണ്ട, നിന്നെ വീട്ടിൽ കൊണ്ടുവരാൻ നേരത്തെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് അടിച്ചു പൊളിച്ചൊക്കെയാണ് നമ്മള് വെൽക്കം ചെയ്തതെന്ന്
നമ്മൾ നേരെ ഇനി ഒരു എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കണം. പിന്നെ നൈസായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ അതെ മന്തി വാങ്ങിച്ചിട്ട് പോകാൻ. എന്താ വെച്ചാൽ നമ്മൾ കുറേ നാളായി പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കൊതി മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെയും കൊതിന്ന് വീണ്ടും കൊതി. അപ്പൊ അത് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. കുറെ പേര് ചോദിച്ചേട്ടാ ഞാൻ യൂട്യൂബിലോട്ട് കയറിയപ്പം എന്താ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരെ നമ്മൾക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഇതേ അൾഡ്രീമിൽ എത്തിയിട്ടുണ്ട്. അൾഡ്രീമിൽ നിന്ന് നമ്മള് ഒരു മന്തിയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടില് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ടാണ് എത്തിയെല്ലാം പോകുന്നത്. ആരും അറിയാണ്ടാണ് നമ്മള് പോകുന്നത്. അത് തന്നെ, ഇല്ലെങ്കിൽ അവര് സെറ്റ് ചെയ്തൊക്കെ വെച്ചേനെ. കുട്ടിയുടെ മാമ സെറ്റ് ചെയ്ത് വെച്ചേനെ എല്ലാം, കേക്കും ബലൂണും ഒക്കെ. അതേ അൾഡ്രീമിൽ വന്നിട്ടുണ്ട്. നമ്മൾ മന്തി കഴിക്കാനല്ല പാഴ്സൽ വാങ്ങിക്കാൻ പോവാണ്. അപ്പത്തെ ഷിയ പോവാണ് മന്തി വാങ്ങിക്കാനായിട്ട്. വാങ്ങിച്ചിട്ട് വരട്ടെ. കണ്ടോ? അപ്പതേ വരുവാണ് നമ്മുടെ ഷിയ മന്തിയും വാങ്ങിച്ചിട്ട്. മന്തി മേടിച്ചിട്ടുണ്ടോ? മന്തി വെച്ചിട്ടുണ്ട്. ബേബിക്ക് മന്തി. ഞാൻ കഴിച്ചാൽ ബേബിക്ക് കിട്ടും. അതാണ് ഇനി നേരെ വീട്ടിലേക്ക് പോണ. അപ്പൊ ടാറ്റാ, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നാളെ എനിക്കിനി വീട്ടിലിരിക്കാം. അപ്പൊ അത് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. വീടിന്റെ വഴി എത്തി. അപ്പൊ നമ്മള് വീടിന്റെ വഴിയിലെത്തിയിട്ടുണ്ട്. ജഹാസ് ഉണ്ടോടാ? വണ്ടി എടുപ്പുണ്ടോ? അതെ, നമ്മള് വീടെത്തിയിട്ടുണ്ട്. ബേബി ഞങ്ങള് സർപ്രൈസ് ആയിട്ട് വന്നയാ. വന്നിരിക്കുന്നു ഗൈസ്. ബേബി അത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നു. ഇവരൊക്കെ ഞെട്ടിയിരിക്കുവാണ് കേട്ടോ. സർപ്രൈസ് ആയിട്ട് വന്നയാടാ. സർപ്രൈസ്. ഒരുപാട് സന്തോഷം കണ്ടോ? അതെ, നമ്മള് വാങ്ങിച്ച കേക്ക് ഞങ്ങള് പറഞ്ഞില്ലായിരുന്നു ഇവരുടെ അടുത്ത് വരുന്ന കാര്യം. ഞങ്ങള് പറഞ്ഞ നാളെ വെക്കണം. അതെ, നമ്മുടെ കേക്ക്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് ദുവ ബേബീനെ എടുത്തോണ്ടിരിക്കുകയാണ്. അൻസിലു, ജഹാസ്, കേക്ക്. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. നമ്മള്
ബേബീനെ വെൽക്കം ചെയ്തിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് പോവാണ്. ബേബി നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കരഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കാറി പൊളിച്ച്. ഇവിടെ വന്നിരിക്കുവോ? അപ്പതേ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാൻ. ഒന്നും പാടാനൊന്നുമില്ല. ബർത്ത്ഡേ ആണ്. ബേബിക്ക് പേരൊന്നുമില്ല. കയ്യടിക്കണം. എനിക്ക് കൈയടിക്കാൻ പറ്റത്തില്ല. അതൊന്നും മുൻകൂട്ടി വിളിച്ച് പറയാൻ പോയാ സർപ്രൈസ് ആയിട്ടാ വരുന്നതെന്ന്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കേക്കൊക്കെ മേടിച്ചു വെക്കും. അതാണ് ഇതിപ്പോ നമ്മള് മേടിക്കാൻ വെച്ചിരുന്ന കേക്കും ക്യാൻസലായി. നമ്മള് വീട്ടിലേക്ക് കയറുവാണ്. ഷിയാണ് ബേബീനെ കൊണ്ട് കയറുന്നത്. ബാ വലതുകാല് വെച്ച് കയറൂ. നമ്മുടെ റൂമിലേക്ക് വലതുകാല് കേക്ക് കെട്ടിയിട്ടുണ്ട് നമ്മള്. ഇത് നമ്മുടെ റൂം അല്ലേ ദുവാ? അപ്പം നമ്മളിത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നേരെ നമ്മുടെ റൂമിലോട്ട് നമ്മളെ ബേബീനെ കയറ്റുകയാണ്. ശരിക്കും ഭയങ്കര ടയർഡാണ്. നമ്മൾ 3-4 ദിവസം ഹോസ്പിറ്റലിലൊക്കെ നിന്നുകൊണ്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം. ഭയങ്കര ക്ഷീണമാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.